ഹലോ, വെൽക്കം ടു ലൈഫ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇത് ഉണക്കച്ചെമ്മീനാണ്. ഇന്ന് ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കുന്ന റെസിപ്പിയാണ്. ഇത് അധികം ചേരുവകളൊന്നുമില്ല കേട്ടോ. സവാളയും കറിവേപ്പിലയും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഉണക്കച്ചെമ്മീൻ, ഇത്രയും സാധനം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പലവരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വറ്റൽ മുളകിൻ്റെ ക്രഷ് ചെയ്തെടുത്തിട്ട് അത് ചേർക്കാറുണ്ട്. പിന്നെ എന്താണ് ഈ കൊച്ചുള്ളി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് എൻ്റേതായിട്ടുള്ളൊരു രീതി, എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം ഞാൻ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. ഇത്തിരി മണ്ണൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ വൃത്തിയായിട്ട് ഞാൻ കഴുകിയെടുത്ത് ഒരു 3-4 തവണ കഴുകിയെടുത്ത്, എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് മാറ്റി വെച്ചു. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ. കറിവേപ്പില കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കും. എന്നിട്ടാണത് ആവശ്യമുള്ളപ്പോൾ എടുക്കുന്നത്. അത് ഒരുപാട് നാളായി തന്നിട്ട്, പക്ഷേ ഇതുവരെ അത് വാടിയിട്ടില്ല. ഫ്രിഡ്ജിൽ പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചതുകൊണ്ടായിരിക്കും. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യത്തെ എണ്ണ ഒഴിപ്പും താളിക്കലും അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. ഒരു പൊട്ടിത്തെറിയും ബഹളമായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്ന കാരണം ഈ പൊട്ടിത്തെറിയൊക്കെ ആയപ്പോൾ ഞാൻ പെട്ടെന്ന് ഫോൺ മാറ്റി വെച്ചേ. അപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായപ്പോൾ കടുകിട്ടു, കുറച്ച് കറിവേപ്പില, വറ്റൽമുളക്, ഇത്ര ഇട്ട ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ഉണക്ക ചെമ്മീനും കൂടി ഇട്ട് നല്ല ഒരു റെഡ് കളറാകുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് സവാളയും കറിവേപ്പില ആദ്യമേ ഇട്ട് കഴിഞ്ഞു. പിന്നെ സവാളയും കൂടെ ഇട്ടിട്ട് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. ഇതാണ് എൻ്റെ റെസിപ്പി. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പറാണ്. എനിക്കിഷ്ടമാണ്, ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം ഇന്നലെ ഞാനിട്ട ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഈ യൂട്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു. അപ്പം അതിൽ അധികം കമൻറ്റുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഒരു കമൻറ്റോ 2 കമൻറ്റോ എന്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് അസീന, അത് എൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ, അസീന ഞങ്ങളൊക്കെ ഇല്ലേ കാണാനെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ശരിക്കുള്ള മോട്ടിവേഷൻ. ഇതിലപ്പുറം എന്ത് മോട്ടിവേഷനാണ് വേണ്ടതല്ലേ. അപ്പം ആ ഒരു കമൻറ്റെങ്കിലും വന്നതിൽ വളരെ സന്തോഷം. അപ്പം അത് മാനിച്ച് ഞാൻ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.